വീണ്ടും കാലിക്കറ്റ് സർവകലാശാലയിലേക്കാണ്. അവിടെ ഗവർണർക്കെതിരെയുള്ള SFIയുടെ പ്രതിഷേധം തുടരുകയാണ്. 100-ലധികം SFI പ്രവർത്തകരുണ്ട് പ്രതിഷേധത്തിൽ. ദേശീയപാതയ്ക്ക് സമീപമുള്ള റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ് SFI പ്രവർത്തകർ. ഒരു ഇഞ്ച് പോലും ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാടിലാണ് SFI. ഗവർണറും ഗുണ്ടായിസമാണ് കാണിക്കുന്നത് SFI എന്ന തരത്തിലുള്ള പ്രതികരണം അല്പം മുൻപ് നടത്തിയിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനം ഉന്നയിക്കുകയുണ്ടായി ഗവർണർ. എന്തായാലും SFI പ്രതിഷേധത്തിനിടെ ഗവർണർ വന്ന് ഉദ്ഘാടനം ചെയ്ത് മടങ്ങി. SFI അവരുടെ നിലപാടിൽ നിന്നൊട്ടും പിന്നോട്ടില്ല. ശക്തമായ പ്രതിഷേധം നടത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ്, ആ നിലപാട് തന്നെയാണ് SFI പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ഷഹീദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഹീദ്, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ അവിടെ? ഇനി എങ്ങനെ? ഇന്നത്തെ സമരം അവസാനിക്കുക. ചാൻസലർ രാജ്ഭവന്റെ പ്രവേശിക്കുന്നത് വരെ ഇന്നത്തെ സമരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ സമരം ശക്തമാക്കും. ക്യാമ്പസിനകത്തേക്ക് സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും. ഈ തെറ്റായ തീരുമാനം പിൻവലിക്കുന്നത് വരെ സർവകലാശാലകളുടെ ഭരണസമിതികളിലേക്ക് സംഘപരിവാരായ ആളുകളെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്മാറുന്നത് വരെ ഞങ്ങൾ സമരം ശക്തമാക്കും. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും സംഘടനകളാണെന്നുള്ള കൂടി പ്രതിഷേധം അടക്കമുണ്ടാകുമെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് SFIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വം കൊടുക്കും. ഞങ്ങൾ ആഹ്വാനം ചെയ്തത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ, കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിന്റെ സമരശേഷി ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഗുണ്ടകൾ എന്നാണ് തുടർച്ചയായി മനഃപൂർവ്വം അദ്ദേഹത്തിന്റെ അല്ല ഈ ആർഷയുടെ പ്രതികരണമാണ് കേട്ടത്. ഗവർണർ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാത്തിടത്തോളം കാലം ശക്തമായ പ്രതിഷേധം തുടരുമെന്നാണ് ആർഷോ വ്യക്തമാക്കുന്നത്. സെനറ്റ് നിയമനവുമായി ബന്ധപ്പെട്ട് കാവ്യവൽക്കരണത്തിനാണ് ഗവർണർ ശ്രമിച്ചത്. ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാത്ത പക്ഷം ഒരു തരത്തിലും ഈ പ്രതിഷേധത്തിൽ നിന്ന് SFI പിന്നോട്ട് പോകില്ല എന്ന കാര്യം വ്യക്തമാക്കുകയായിരുന്നു ആർഷോ. SFI പ്രവർത്തകരുടെ പ്രതിഷേധം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് സമീപത്ത് തുടരുകയാണ്. ഷഹീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഹീദ്, തുടരാം. തീർച്ചയായും ആർഷ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഗവർണർ ഈ സെനറ്റിൽ തങ്ങളുടെ സ്വന്തം താല്പര്യക്കാരെ സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റിയത് എന്ന് പിൻവലിക്കുന്നുവോ അന്ന് വരെ SFI സമരം തുടരും. അത് കാലിക്കറ്റ് സർവകലാശാലയിൽ മാത്രമല്ല, വരും ദിവസങ്ങളിൽ കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലേക്കും ഈ സമരാഗ്നി പടരുമെന്ന് ആർഷോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ സർവകലാശാലയിൽ സമരം ഈ അടുത്ത ജംഗ്ഷനിലെത്തി അതോടുകൂടി അവസാനിപ്പിക്കും. പക്ഷേ ഇന്നുകൊണ്ട് അത് അവസാനിക്കില്ല. അതിശക്തമായ സമരരംഗത്ത് SFI ഉണ്ടാകും ഗവർണർ തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങുന്നത് വരെ എന്ന് ആർഷോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഏറെ സമയമെടുത്ത് ഇപ്പോൾ സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉച്ചയ്ക്ക് കോഴിക്കോട് മിഠായി തെരുവ് സന്ദർശിച്ച് എത്തിയത് മുതൽ SFI വലിയ നൂറുകണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് തന്നെ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി രംഗത്തുണ്ട്. ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. അത് മറികടന്നെത്തിയ പല പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനൊടുവിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ക്യാമ്പസിനകത്തുകൂടി മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് വന്ന് ഇപ്പോൾ ദേശീയപാതയുടെ പണി നടക്കുന്ന ഭാഗത്തേക്ക് ഇപ്പോൾ ഈ പ്രതിഷേധ പ്രകടനം എത്തിയിരിക്കുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഈ പ്രകടനത്തിൽ ഏറെ സമയമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഗവർണർക്കെതിരെ മുഴക്കിക്കൊണ്ടിരിക്കുന്നു. പിന്മാറുന്നത് വരെ സമരരംഗത്തുണ്ടാകുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് SFI.